ഓം നമ ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ശ്രീ ശ്യാമളാദേവിയേ നമ. ശ്യാമളാ ദണ്ഡകത്തിലെ 14-ാമത്തെ ദണ്ഡകമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്ര, ദിക്പാല, സീമന്തിനി, കുന്തള, സ്നിഗ്ധ, നീലപ്രഭ, പുഞ്ച, സഞ്ജാത, ദുർവാങ്കുര, ആശങ്ക, സാരംഗ, സംയോഗ, രിംഖൻ, നഖേന്ദു, ജ്വലേ. രിംഖൻ, നഖേന്ദു, ജ്വലേ. നഖേന്ദു ഉജ്ജ്വലേ എന്നാണ്. രിംഖൻ എന്നാണ് വാക്ക്. രിംഖൻ നഖേന്ദു, രിംഖൻ നഖേന്ദു ഉജ്ജ്വലേ, രിംഖൻ നഖേന്ദു ഉജ്ജ്വലേ. പ്രോജ്വലേ, നിർമ്മലേ. ദിക്പാലകന്മാരുടെ സീമന്തിനികൾ എന്ന് പറഞ്ഞാൽ അഷ്ടദിക്പാലകന്മാരുടെ ഭാര്യമാരും. അഷ്ടദിക്പാലകന്മാർ കിഴക്കേ ദിക്കിൻ്റേത് ഇന്ദ്രൻ, കിഴക്ക് തെക്കേ ദിക്കിൻ്റേത് അഗ്നി, തെക്കേ ദിക്ക് യമൻ, തെക്കു പടിഞ്ഞാറ് നിര്യതി, പടിഞ്ഞാറ് ദിക്കിലെ വരുണൻ, വടക്കു പടിഞ്ഞാറ് വായു, വടക്ക് കുബേരൻ, വടക്കു കിഴക്ക് ഈശാനൻ, പിന്നെ താഴെ വിഷ്ണു, മുകളിൽ ബ്രഹ്മാവ്, അങ്ങനെയും പറയും. അപ്പം ഇന്ദ്രൻ, അഗ്നി, യമൻ, നിര്യതി, വരുണൻ, വായു, കുബേരൻ, ഈശാനൻ, വിഷ്ണു, ബ്രഹ്മാവ്, ഇങ്ങനെ 10 ദിക്കിൻ്റെ അധിപതികൾ. ഇവരുടെ ഭാര്യമാര് അമ്മയെ നമസ്കരിക്കുന്നു. നമ്ര, ദിക്പാല, സീമന്തിനി. അപ്പോൾ അവരുടെ സ്നിഗ്ധമായ കുന്തളം, നല്ല മിനുക്കമുള്ള തലമുടി, അതിൽ നിന്നും സഞ്ജാത ഉണ്ടാകുന്ന നീലപ്രഭാ പുഞ്ചം, ചുവന്ന പ്രകാശത്തിൻ്റെ കൂട്ടം, അത് ദൂർവാങ്കുര, ആശങ്ക. ദൂർവം എന്ന് പറഞ്ഞാൽ കറുകനാമ്പ്, കറുക. അപ്പം ദൂർവാങ്കുരം എന്ന് പറഞ്ഞാൽ കറുകനാമ്പ്. കറുകനാമ്പ് ആണോ എന്ന് ആശങ്ക ഉണ്ടാക്കുന്നു. ആർക്ക്? സാരംഗങ്ങൾക്ക്. എന്നിട്ട് അവ അത് തിന്നാൻ വേണ്ടി അടുക്കുന്നു. അപ്പോൾ രിംഖൻ, അവര് കാലിടറി വീഴുന്നു. സംയോഗ, അങ്ങനെ കാലിടറി വീണതായ സാരംഗങ്ങളോട് ചേർന്ന്, രിംഖൻ, സംയോഗ, സാരംഗം, കാലിടറി വീണതായ സാരംഗങ്ങളോട് ചേർന്ന്, ഇന്ദു നഖ ഉജ്ജ്വലേ, നഖേന്ദുജ്വലേ, ചന്ദ്രനെ പോലെ ശോഭിക്കുന്നതായ നഖങ്ങളോട് കൂടിയവളേ. ചന്ദ്രനില് മുയലിൻ്റെ പാടെന്ന് പറയുക ശശാങ്കം. ഇവിടെ അമ്മയെ അഷ്ടദിക്പാലകന്മാരുടെ ഭാര്യമാര് നമസ്കരിക്കുമ്പോൾ അവരുടെ സ്നിഗ്ധമായ കുന്തളത്തിൽ നിന്നും ഉണ്ടായതായ നീലപ്രഭയുടെ കൂട്ടം ദർഭപ്പുല്ലിൻ്റെ മുളയാണോ എന്ന് ശങ്കിച്ചത് തിന്നാൻ വേണ്ടി വന്നതായ മാനുകള് കാലിടറി വീണു. ആ മാനുകളോട് ചേർന്ന് ചന്ദ്രനെ പോലെ ഉജ്ജ്വലിക്കുന്നതായ നഖങ്ങളോട് കൂടിയവളെ. നമ്ര, ദിക്പാല, സീമന്തിനി, കുന്തള, സ്നിഗ്ധ, നീലപ്രഭാ, പുഞ്ച, സഞ്ജാത, ദൂർവ, അങ്കുര, ആശങ്ക, സാരംഗ, സംയോഗ, രിംഖൻ, നഖേന്ദുജ്വലേ, പ്രോജ്വലേ. പ്രകാശ സ്വരൂപിണിയായിരിക്കുന്നവളെ, നിർമ്മലേ, പരിശുദ്ധയായവളെ. അപ്പം ദിക്പാലകന്മാരുടെ ഭാര്യമാര് അവിടുത്തെ കാലടികളിൽ നമസ്കരിക്കുമ്പോൾ അവരുടെ തിളക്കമുള്ള തലമുടികളിൽ നിന്നുതിരുന്ന നീലപ്രഭാകിരണങ്ങൾ കറുകനാമ്പാണെന്ന് കരുതി തിന്നാൻ അടുത്ത് അവിടെ വന്നിടറി വീണ മാനുകളോട് ചേർന്ന നഖങ്ങൾ ചന്ദ്രനെ പോലെ ശോഭിക്കുന്നു. ഉജ്ജ്വല പ്രകാശത്തോടു കൂടിയവളും നിർമ്മലയുമായ ശ്യാമളാദേവി ജയിച്ചാലും.
നമ്രദിക്പാല സീമന്തിനീ കുന്തള സ്നിഗ്ധ നീലപ്രഭാപുഞ്ച സഞ്ജാത ദൂർവാങ്കുരാശങ്ക സാരംഗ സംയോഗ രിംഘന്നഖേന്ധൂജ്വലേ പ്രോജ്വലേ നിർമ്മലേ. അടുത്തത് പ്രഹ്വ ദേവേശ ലക്ഷ്മീശ ഭൂതേശ തോയേശ വാണീശ കീനാശ ദൈത്യേശ യക്ഷേശ വായു അഗ്നി ചേർത്ത് പറയുമ്പോൾ വായു അഗ്നി കോടീര മാണിക്യ സംഹൃഷ്ട ബാലാതപോദ്ധാമ ലാക്ഷാരസ അരുണ്യ താരുണ്യ ലക്ഷ്മീഗൃഹീത അംഘ്രിപത്മേ സുപത്മേ ഉമേ. ഇവിടെ കുറേ ദേവന്മാരെല്ലാം ദേവിയെ പ്രഹ്വ നമസ്കരിക്കുന്നു. ആരൊക്കെയാണ് ദേവന്മാര്? ദേവേശൻ ദേവേന്ദ്രൻ, ലക്ഷ്മീശൻ മഹാവിഷ്ണു, ഭൂതേശൻ പരമശിവൻ, തോയേശൻ വരുണദേവൻ, വാണീശൻ ബ്രഹ്മാവ്, കീനാശൻ യമൻ, ദൈത്യേശൻ നിര്യതി, യക്ഷേശൻ കുബേരൻ, വായുവും അഗ്നിയും ഇവരെല്ലാം ദേവിയെ നമസ്കരിക്കുക. അപ്പോൾ അവരുടെ മാണിക്യ കോടീര സംഹൃഷ്ടം, കോടീരം കിരീടം, മാണിക്യ കോടീരം മാണിക്യം കൊണ്ടുള്ള കിരീടം, സംഹൃഷ്ടം ഉരസുന്നു. അപ്പോഴാ മാണിക്യ കിരീടം ഉരസി ബാലാ തപോദ്ധാമം, ബാലാതപൻ അതായത് ഉദയസൂര്യൻ, ധാമം കിരണങ്ങൾ. അപ്പം ഉദയസൂര്യന്റെ കിരണങ്ങൾ പോലെ അതിൽ നിന്നും ഇങ്ങനെ രശ്മികൾ 4 ഭാഗത്തേക്കും പരക്കുന്നു. ഏതിൽ നിന്നും? ആ കോടീരങ്ങളിൽ നിന്നും. ആ പ്രകാശരശ്മികൾ അമ്മയുടെ പാദങ്ങളിൽ അങ്ങനെ തട്ടുന്നു. ആ പാദങ്ങളിൽ എന്താണുള്ളത്? ലാക്ഷാരസ അരുണ്യ, ലാക്ഷാരസം ചമ്പഞ്ഞിച്ചാറ്, അതിൻ്റെ ചുവപ്പു നിറം ഈ പ്രകാശങ്ങൾ തട്ടി താരുണ്യലക്ഷ്മി യൗവന ശോഭയുള്ള അംഘ്രിപത്മേ പാദാരവിന്ദങ്ങളോട് കൂടിയവളെ, ഗൃഹീത സുപത്മേ താമരപ്പൂക്കൾ കൈകളിൽ എന്തിയ മഹാലക്ഷ്മി, ഉമേ പാർവതീദേവി. അപ്പോൾ കുമ്പിട്ട് നിൽക്കുന്ന ദേവന്മാരുടെ മാണിക്യക്കിരീടം ഉരസി ചമ്പഞ്ഞിച്ചാറു പുരട്ടി ചുവപ്പു നിറമുള്ളതിനാൽ ഉദയസൂര്യന്റെ ചുവന്ന കിരണങ്ങൾ പോലെ അമ്മയുടെ പാദാരബിന്ദങ്ങൾ തിളങ്ങുന്നു. അങ്ങനെയുള്ള യൗവനശ്രീയുള്ള പാദപത്മങ്ങളോട് കൂടിയവളെ, പിന്നെ താമരപ്പൂക്കൾ കൈകളിലേന്തിയ മഹാലക്ഷ്മി ദേവി, പാർവതീദേവിയുമായവളെ, ശ്യാമളാദേവി അവിടുന്ന് ജയിക്കട്ടെ. ഇതാണ് 14ാമത്തെ ദണ്ഡകത്തിന്റെ അർത്ഥം. നമ്രദിക്പാല സീമന്തിനീ കുന്തള സ്നിഗ്ധ നീലപ്രഭാപുഞ്ച സഞ്ജാത ദൂർവാങ്കുരാശങ്ക സാരംഗ സംയോഗ രിംഘന്നഖേന്ധൂജ്വലേ പ്രോജ്വലേ നിർമ്മലേ. പ്രഘ്വദേവേശ ലക്ഷ്മീശ ഭൂതേശ തോയേശ വാണീശ കീനാശ ദൈത്യേശ യക്ഷേശ വായുഗ്നികോടീരമാണിക്യ സംഹൃഷ്ട ബാലാതപോദ്ധാമ ലാക്ഷാരസ അരുണ്യതാരുണ്യ ലക്ഷ്മി ഗൃഹീതാംഘ്രിപത്മേ സുപത്മേ ഓമേ. ഹരി ഓം.